ഹലോ ഡിയേഴ്സ്, അസ്സാം വലൈക്കും. ഞാൻ മുബഷിറ ഫാറൂഖ്. ഇന്ന് നമ്മൾ വലിയൊരു ഗാർഡൻ വിസിറ്റിങ്ങോ നഴ്സറി വിസിറ്റിങ്ങോ ഒന്നുമല്ല കാണിക്കുന്ന, ചെറിയതായിട്ട് നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ചെയ്യുന്ന, നമ്മളടുത്തുള്ള കുറച്ച് 2-3 വീടുകളിൽ ഉണ്ടാക്കിയ കുഞ്ഞു കുഞ്ഞു ചെടികൾ. അപ്പോൾ ഈ ലോക്ക്ഡൗൺ സീസണിൽ മിക്ക വീടുകളിലും ചെടികൾ കൊണ്ട് നിറച്ചിട്ടുണ്ട് അല്ലേ. ചെടികളായിട്ടും ചെടിച്ചട്ടികളായിട്ടും പച്ചക്കറികളായിട്ടും ഒക്കെ ഈ ലോക്ക്ഡൗൺ എന്ന് പറഞ്ഞാൽ ആളുകൾ മുഴുവൻ പ്രകൃതി സ്നേഹികളായിട്ട് മാറിയ ഒരു സീസണാണെന്ന് പറയാം. അങ്ങനെ ഒരു ഗുണം നമുക്ക് ഈ ലോക്ക്ഡൗൺ കൊണ്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ ഒരു ലോക്ക്ഡൗൺ സീസണിലൊക്കെ ഒരുക്കിയെടുത്തിരിക്കുന്ന നമ്മളെ വീടിനടുത്തൊക്കെയുള്ള കുറച്ച് വീട്ടിലെ ചെടികളൊക്കെയാണ് ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇതാ നമ്മൾ ആദ്യം എത്തിയ വീട്ടിൽ ഒരുപാട് ഹാങ്ങിങ് പ്ലാന്റ്സുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണുന്നുണ്ട്. വണ്ടറിങ് ജൂ, ടോട്ടൽ വൈൻ, അതുപോലെ വാട്ടർമെലൺ, ബിഗോണിയ പ്ലാന്റ്. പിന്നെ ഇതാ തൊട്ടപ്പുറത്തിരിക്കുന്ന ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ബിഗോണിയ ഒരു ബിഗോണിയയുടെ വെറൈറ്റിയാണ് ഈ ഹാങ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ബിഗോണിയ പ്ലാന്റ്സിൽ ചില ടൈപ്പുകൾ നമുക്കിതുപോലെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും. നന്നായിട്ട് അതിൻ്റെ ലീവ്സിൻ്റെ ലീവ്സൊക്കെ ഇങ്ങനെ ഹാങ് ചെയ്ത് വന്ന് അതിൽ പൂക്കളൊക്കെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ നല്ലൊരു ഭംഗി തന്നെയായിരിക്കും. അതും അപ്പോൾ ബിഗോണിയ ഇതുപോലെ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് തന്നെയാണ്. നല്ല തിക്കായിട്ട് വന്നിരിക്കുന്നുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ. പിന്നെ ഇത് തൊട്ടപ്പുറത്തിരിക്കുന്ന മറ്റൊരു പ്ലാന്റ്, ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. അത് പുതിയതായിട്ട് ഞാൻ ഫസ്റ്റായിട്ട് കാണുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പേര് ആർക്കെങ്കിലും അറിയെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ മണി പ്ലാന്റ് സുപരിചിതമാണല്ലോ എല്ലാവർക്കും അല്ലേ, മണി പ്ലാന്റ്. പിന്നെ ഇതവിടെ നമുക്ക് ഒരുപാട് ടാങ്കിൾഡ് ഹെഡ് പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ ഫ്ലെയിം വയലറ്റിൻ്റെ തന്നെ 2-3 കളേഴ്സൊക്കെ ഇവിടെ കാണുന്നുണ്ട്. ഗ്രീൻ ഉണ്ട്, ആ ഒരു ബ്രൗൺ ഷെയ്ഡുള്ള പിങ്ക് ഫ്ലവേഴ്സ് ഉള്ളതുണ്ട്. അപ്പോൾ നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണ് ഈ ഫ്ലെയിം വയലറ്റ് കേട്ടോ. ആ ഒരു ലീവ്സിൻ്റെ കളറും അതിൽ വന്നിരിക്കുന്ന കുഞ്ഞു പൂക്കൾ, നല്ല കളറിങ് ആയിട്ടുള്ള ആ ഒരു ഫ്ലവേഴ്സ്, നല്ല ഭംഗിയായിട്ടുള്ള നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റാണിത്. പിന്നെ ഈ സ്പൈറൽ ഹാങ്ങിങ് ഇല്ലാത്ത വീടുകൾ ഇപ്പോൾ ലോക്ക്ഡൗണിൽ ചുരുക്കാമെന്ന് പറയാം. മിക്ക വീടുകളിലും കാണുന്നുണ്ട് ഈ സ്പൈറൽ ഹാങ്ങിങ്. ഞാൻ ഈ ലോക്ക്ഡൗണിൽ ഒരുപാട് വീടുകൾ വിസിറ്റ് ചെയ്ത വീടുകളിൽ കംപ്ലീറ്റ് ഈ സ്പൈറൽ ഹാങ്ങിങ് കണ്ടിട്ടുണ്ടായിരിക്കാം. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇവിടുത്തെ ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ഗ്രൗണ്ട് പ്ലാന്റ്സുകൾ പരിചയപ്പെടാം. ഇത് ഫെലോഡൻഡ്രൻ്റെ നോർമൽ വെറൈറ്റിയാണ്. നല്ല തിക്കായിട്ട് പെട്ടെന്ന് വളരുന്ന നല്ലൊരു പ്ലാന്റാണിത്. അതിൻ്റെ അടുത്തായിട്ട് സ്പൈഡർ പ്ലാന്റ്, അതുപോലെ ലക്കി ബാംബുയുടെ വെറഗേറ്റ് ടൈപ്പ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ കാണുന്നത് അരേലിയ പ്ലാന്റ് ആണ്. നല്ല ബോൾ ഷേപ്പിൽ നിൽക്കുന്ന, കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ നിർത്താൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റാണ് അരേലിയ പ്ലാന്റ്. പിന്നെ നമുക്ക് ഇവിടെ കൂടുതലായിട്ട് കാണാൻ കഴിയുന്ന ഒരുപാട് ഇംപേഷ്യൻസ് വെറൈറ്റീസ് തന്നെ ഇവിടെയുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് നൽകുന്ന, എപ്പോഴും പൂത്തു നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണ് ഇംപേഷ്യൻസ്. പൂക്കൾ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയൊരു പ്ലാന്റാണ് ഇംപേഷ്യൻസ്. കണ്ടോ, ഇത് സിങ്കോണിയം ആരോ ഹെഡ് പ്ലാന്റ് എന്നൊക്കെ പറയുന്ന ആ ഒരു പ്ലാന്റിനെയാണ് ഈ ക്ലൈംബ് ചെയ്ത് വിട്ടിരിക്കുന്നത്. നല്ല ഭംഗിയായിട്ട് തന്നെ വളർന്നിട്ടുണ്ട് അത്. പിന്നെ ഇവിടെ ഒരുപാട് കോളീസ് പ്ലാന്റ്സുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ചുമ്മാ നിലത്ത് വെച്ചത് കാരണം വലിയ കെയറിങ് ഒന്നും കൊടുക്കാതെ തന്നെ വളർത്തിയെടുക്കുന്നതാണ്. ശരിക്കും നമ്മൾ കട്ട് ചെയ്ത് നല്ല കെയറിങ് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന നല്ല പ്ലാന്റ്സ് ആണ് കോളീസ് പ്ലാന്റ്സ്. അതുപോലെ ജമന്തി ചെടി, നല്ല ഫ്ലവർ തരുന്ന നല്ലൊരു ചെടിയാണ് ജമന്തി പൂക്കൾ അല്ലേ.
അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീട്ടിലെ ഗാർഡൻ വിശേഷം. അപ്പോൾ നമുക്ക് മറ്റൊരു വീട്ടിലേക്ക് പോയി നോക്കാം. അപ്പോൾ അങ്ങനെ നമ്മളിത് രണ്ടാമത്തെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് എൻട്രൻസ് മുതൽ തന്നെ നല്ല നമ്മുടെ ക്രേപ്പ് ജാസ്മിൻ പ്ലാന്റ് വെച്ചിട്ട് നല്ലൊരു പ്ലാന്റ് ബോളൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത് കാണാം. വീടിൻ്റെ എൻട്രൻസിൽ ഈ ഒരു പ്ലാന്റ് ബോൾ സെറ്റ് ചെയ്യുന്നത് നല്ല ഭംഗിയുള്ളൊരു സംഭവമായിരിക്കും. നല്ല ഒരു ഷോ ആണ് ഇതിന്. അത് നന്നായിട്ട് കട്ട് ചെയ്ത് ഷേപ്പ് ചെയ്ത് നിർത്തിയാൽ നല്ല ഭംഗിയായിരിക്കും. അത് കഴിഞ്ഞ് ഇതാ നമ്മളെ സ്വീകരിക്കാൻ നിൽക്കുന്നത് നിറഞ്ഞു പൂത്ത് നിൽക്കുന്ന മൊസാണ്ട പ്ലാന്റ് ആണ്. വീട്ടിൽ എപ്പോഴും പൂക്കൾ ഉണ്ടാകുന്ന നല്ലൊരു പ്ലാന്റ് ആയിരിക്കും ഈ മൊസാണ്ട പ്ലാന്റ്. നമ്മളെ വീഡിയോയിൽ നമ്മൾ എല്ലാ പ്ലാന്റ്സിൻ്റെ പേരുകളൊന്നും ഇവിടെ പരിചയപ്പെടുത്തുന്നില്ല കേട്ടോ. കാരണം നമ്മൾ മറ്റ് വീഡിയോസിലൊക്കെ മിക്ക പ്ലാന്റ്സിനും നമ്മൾ നന്നായിട്ട് തന്നെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ കാണാത്ത പുതിയ പ്ലാന്റ്സുകൾ കാണുമ്പോൾ അതിൻ്റെ പേരുകൾ മാത്രമാണ് ഇവിടെ എടുത്തു പറയുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രീവിയസ് വീഡിയോസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ ആയാലും ഗ്രൗണ്ട് പ്ലാന്റ്സിൻ്റെ ആയാലും ഒക്കെ ഫുൾ കെയറിങ്ങും അതിൻ്റെയൊക്കെ നെയിംസും ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ പ്രീവിയസ് വീഡിയോസിൽ കണ്ടെത്താൻ സാധിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇനി നമ്മളെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും ഗാർഡൻ റിലേറ്റ് ചെയ്ത് നിങ്ങളുടെ ഫുൾ ഡൗട്ട്സുകളും നിങ്ങൾക്ക് നമ്മുടെ വീഡിയോയിൽ കമൻ്റായിട്ട് ചോദിക്കാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ലൈക്ക് ആണെങ്കിലും ഡിസ്ലൈക്ക് ആണെങ്കിലോ എന്തായിക്കോട്ടെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും അത് അറിയിക്കാനും മടി കാണിക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോ നോക്കാം. ഈ വീട്ടിലും ഇതുപോലെ നമ്മുടെ ബിഗോണിയ പ്ലാന്റ് നേരത്തെ നമ്മൾ ആ മറ്റു വീട്ടിൽ കണ്ട ആ ഒരു ബിഗോണിയ പ്ലാന്റിനെ തന്നെ ഇവിടെയും ഹാങ് ചെയ്ത് വെച്ചിരിക്കും നമുക്ക് കാണാം. അപ്പോൾ ബിഗോണിയ പ്ലാന്റ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. പിന്നെ ഇത് കണ്ടോ, ഇത് നമ്മുടെ സീഡം പ്ലാന്റ് ആണ്. സീഡം പ്ലാന്റിൻ്റെ ഗ്രീൻ ഷെയ്ഡ്, ഡാർക്ക് ഗ്രീൻ ഷെയ്ഡുള്ള പ്ലാന്റ് ആണ്. സീഡം പ്ലാന്റ് നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇത്രയൊക്കെയാണ് ഈ വീട്ടിലെ ഗാർഡൻ വിശേഷങ്ങൾ. ഇനി തൊട്ടപ്പുറത്ത് ചെറിയൊരു കുഞ്ഞു ഗാർഡനും കൂടെ ഉണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കാം. ഈ വീട്ടിൽ എന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു സംഭവം ബിഗോണിയ പ്ലാന്റിൻ്റെ നല്ലൊരു പ്ലാന്റ്, നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള, അതും അത്യാവശ്യം വലുപ്പത്തിൽ നിൽക്കുന്ന നല്ലൊരു പ്ലാന്റാണ് ഇവിടെ ഉള്ളത്. നമ്മൾ പൊതുവേ ചട്ടിയിൽ വെച്ചിരിക്കുന്ന ചെറിയ കുഞ്ഞു ബിഗോണിയാസാണ് നമ്മൾ അധികം കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഒരുപാട് പ്രായമായിട്ടുള്ള നല്ലൊരു ബിഗോണിയ പ്ലാന്റിനെ തന്നെ ഇവിടെ കാണാൻ സാധിച്ചു. നല്ല ഭംഗിയുണ്ട് ഇതിങ്ങനെ നിൽക്കുന്നത് കാണാൻ. ഈ ഒരു കുഞ്ഞു കാർഡിൽ നിന്ന് ഒരുപാട് ഐഡിയാസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, അത് നമ്മുടെ കോളീസ് പ്ലാന്റ്സിൻ്റെ ഒരു ലീഫ്, ഒരൊറ്റ ലീഫ് വെച്ചിട്ട് അതിൽ നിന്നാണ് ഈ ഒരു പ്ലാന്റ് ഇത്രയും ഹെൽത്തി ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ കോളീസ് പ്ലാന്റ്സിൻ്റെ കമ്പ് കിട്ടാത്തവർ സങ്കടപ്പെടുകയൊന്നും വേണ്ട. എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ വല്ല കോളീസ് പ്ലാന്റ് ഒരു ലീഫെങ്കിലും കിട്ടുകയാണെങ്കിൽ ആ ഒരു ഇല വെച്ചിട്ട് നമുക്ക് അതിൻ്റെ തണ്ടോട് കൂടിയിട്ട് ആ ഇല പൊട്ടിച്ചെടുത്തിട്ട് അത് ജസ്റ്റ് മണലിൽ വെച്ച് കൊടുക്കുക. മണലിൽ അതിൻ്റെ മുകൾക്ക് കുറച്ച് മണലിട്ട് കൊടുക്കുക. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്ലാന്റിനെ തന്നെ അതിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഈ ഇരിക്കുന്നത് കലാത്തിയ പ്ലാന്റിൻ്റെ നല്ലൊരു വെറൈറ്റിയാണ്. ഇവിടെ ഈ കാണുന്ന ഈ ചട്ടിയൊക്കെ ഇവിടെ ലോക്ക്ഡൗൺ ക്രിയേഷൻസ് ആണ്. അപ്പോൾ ഈ ചട്ടി ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മുടെ മണ്ണ് ചളി ഉണ്ടയാക്കിയിട്ട് എന്ത് ചെയ്യുക, ഉണ്ടകളിൽ ആ ഉണ്ട ഉണക്കിയെടുത്തിട്ട് അത് സിമെൻറ്റിൽ മുക്കിയിട്ട് അതിങ്ങനെ അടുക്കി ലെയറാക്കി വെച്ചിട്ടാണ് ഈ ചട്ടി ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ നല്ലൊരു മാതള നാരങ്ങയുടെ മരം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ മാതള നാരങ്ങയുണ്ട്. ഞങ്ങളതിന്ന് നല്ല പഴുത്ത് പാകമായിട്ടുള്ള മാതള നാരങ്ങയൊക്കെ പറിച്ച് ടേസ്റ്റ് ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു ഗുണം കൂടെ ഈ ഒരു ഹോം വിസിറ്റിങ്ങിൽ അതല്ലെങ്കിൽ ഗാർഡൻ വിസിറ്റിങ്ങിൽ നമുക്കുണ്ടായി. ഓക്കെ, അതൊക്കെയാണ് നമ്മുടെ ഈ 3 ചെറിയ കുഞ്ഞു വീട്ടിലെ ഗാർഡൻ വിശേഷങ്ങൾ. അപ്പോൾ നമുക്ക് ഇനിയും ഒരുപാട് നല്ല ഗാർഡനുകൾ വിസിറ്റ് ചെയ്യണം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്.
നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ പ്ലീസ് കൺസിഡർ സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും വിഷ് യു വെൽ, ടേക്ക് കെയർ.